ഹായ് ഫ്രണ്ട്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ശാസ്ത്രമേളയ്ക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതേപോലെ ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാൽ നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. നമ്മളതിൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ വാതിൽ ജനലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ വീടിൻ്റെ 4 ഭാഗത്തും വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ആ കള്ളികൾക്ക് കുറച്ച് ഫ്ലഷ് ക്യൂക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉറപ്പ് വരുത്താം. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്കൊരു ലേശം ഫെവിക്കോൾ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഒട്ടി നിൽക്കുന്നതിന് വേണ്ടി ലേശം ഫ്ലഷ് ക്യൂക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 സൈഡും ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുക്കളയുടെ ആ ഒരു സൈഡാണ് ലാസ്റ്റായിട്ട് ഒട്ടിക്കുന്നത്. അങ്ങനെ 4 സൈഡും നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് റൂം കാര്യങ്ങളൊക്കെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിതുപോലെ കുറേ അളവുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്കതും ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. ഇത് 2 ബെഡ്റൂമിൻ്റെയാണ്, ഇത് ബാത്റൂമിൻ്റെയാണ്. അതിൻ്റെ ഇടയിൽ വരുന്നത് ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു കുഞ്ഞു ഡോറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് അവിടെ വെച്ച ശേഷം ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഒട്ടിച്ചു കൊടുക്കാം, അതേപോലെ അപ്പുറത്തും. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വെച്ച ശേഷം നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അത് നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബെഡ്റൂം ഒരു ബാത്റൂം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഈ ഒരു അളവ് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഇതുപോലൊരു പീസ് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഹാളിലായിട്ട് കിച്ചണിലേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ്. അതും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ 2 കുഞ്ഞു പീസുകൾ ചേർത്ത് ഒട്ടിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം, മോൾ ഭാഗം. അങ്ങനെ നമ്മൾ അതും അവിടെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ കുഞ്ഞു പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബീം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ 2 ബീം വരുന്നുണ്ട് ഒരു എൽ ഷേപ്പിൽ. ആ ഒരു ബീമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കിച്ചണിൽ ഒരു അടുപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സ്ലാബും കൂടെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ സെറ്റാണ്. 2 ബെഡ്റൂം, ഒരു കിച്ചണ്, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ബാത്റൂം. അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിലുള്ള കാർഡ്ബോർഡ് ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലത്തെ കനം കുറഞ്ഞ കഷ്ണങ്ങൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കള്ളിയാക്കി ഒട്ടിച്ച് ഇതിൻ്റെ ബലം കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിൽ നമ്മുടെ വീടിൻ്റെ തറ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് വൈറ്റ് അക്രലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വൈറ്റ് അക്രലിക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു തറയുടെ മുകളിൽ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ 4 LED വേണം. അതേപോലെ 9 വോൾട്ടിൻ്റെ 2 ബാറ്ററി നമ്മൾ പാരലായിട്ട് കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ റെഡും ബ്ലാക്കും വയറുകൾ വേണം കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് LED കണക്ഷൻ ചെയ്യാം. LED പോസിറ്റീവിലേക്ക് റെഡ് വയറും നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ടെർമിനലുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെക്കാനായിട്ട് സ്ലീവ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ 4 ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ DC മോട്ടറാണ്. ഇതിൽ നമുക്ക് വയർ സോൾഡർ ചെയ്ത് വെക്കാം. വീടിൻ്റെ ഉള്ളിലേക്കുള്ള LED വയറുകൾ നമുക്ക് ഈ ഹോളിലൂടെ കോർത്തെടുക്കാം. അങ്ങനെ നമ്മൾ കോർത്തെടുത്ത് വീടിൻ്റെ തറയുടെ അടിഭാഗത്തായിട്ട്
നമുക്ക് ഈ ഒരു ബാറ്ററിയും ആ ഒരു വയറും കോർത്തെടുത്ത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ ഒരു ഹോളിലൂടെ നമ്മുടെ തറയുടെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിയുടെയും LED-യുടെയും വയറുകൾ നമുക്ക് ആ ഹോളിലൂടെ കോർത്ത് പതുക്കെ വലിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ അടിപൊളിയായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ LED നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വിൻമില്ലിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് കടത്തി കൊടുക്കാം. നമുക്ക് അതൊന്ന് ഗ്ലൂ ചെയ്ത് ഇതിൻ്റെ അടിഭാഗം ക്ലോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസുകൾ കൊണ്ട് നമുക്ക് ഈ ഒരു മോട്ടറിനൊരു കേസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കേസ് നമുക്ക് ആ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ 3 സ്ട്രോകൾ എടുത്തിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച LED ഇതിനുള്ളിലൂടെ കോർത്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിൽ 2 കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു അളവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു ഹോളിലൂടെ നമ്മുടെ മോട്ടറിൻ്റെ വര നമുക്ക് കോർത്തെടുക്കാം. ആ ഒരു മോട്ടർ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിതുപോലെ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് 2 കുഞ്ഞു പീസുകൾ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ തറ മൊത്തം ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മേൽക്കൂരയുടെ ആ ഒരു ഭാഗം അവിടെ ഒന്ന് ഇൻസുലേഷനായി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മടങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അതും നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ DC മോട്ടറിൻ്റെ വയർ നമുക്ക് ഈ ഒരു വലിയ ഹോളിലൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വിൻമില്ലിൻ്റെ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കളറ് ചാർട്ട് പേപ്പർ ഇതിൻ്റെ ഫ്ലോറ് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റോഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള LED ബാർ ലൈറ്റുകൾ നമുക്ക് ഈ ഹോളിലൂടെ വയർ കോർത്തെടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവും LED-യുടെ പോസിറ്റീവും നമ്മൾ സ്വിച്ചിലേക്കാണ് കണക്ഷൻ ചെയ്യാനായിട്ട് ഈ വയറുകൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെഡ് കളർ അക്രലിക് പെയിൻറ്റ് നമ്മുടെ വിൻമിൽ സ്റ്റാൻഡിലായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടക്കടലാസ് പൊളിച്ചെടുത്താൽ കിട്ടുന്ന ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കാപ്പി കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഓടിട്ട വീടിൻ്റെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കണ്ടാൽ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കാപ്പി കളർ പെയിൻറ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിൻ്റെ ചുമരിലൊക്കെ നമുക്കൊന്ന് റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമ്മളെ വിൻമില്ലിൻ്റെ പങ്ക നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് അതിൽ പച്ച കളർ പെയിൻറ്റ് അടിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുമരിലൊക്കെ പെയിൻ്റ് അടിച്ച് നമ്മുടെ ജനലിൽ കട്ടിലൊക്കെ മാർക്കർ ഉപയോഗിച്ച് ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിൻഡ് ടർബൈൻ വർക്കിംഗ് മോഡൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ പാണ്ടിക്കാട് സ്കൂളിലേക്ക് ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട് വീഡിയോ എടുത്തപ്പോൾ. അങ്ങനെ നമ്മളിത് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല വാക്യം.